ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദയക്ക് പേടിയാവാണ്, ദയ അവിടെ ഒറ്റക്കാണ് എന്നൊക്കെ ഇങ്ങനെ ദാസിനോട് പറയുമ്പോൾ ദാസ് പറയണ ദയ നമ്മളെ പോലെയൊന്നുമല്ല, ദയക്ക് നല്ല തൻ്റെ ഇടവും ഇടുക്കൊക്കെ ഉണ്ട്, അണ്ണൻ പേടിക്കണ്ട, എന്തായാലും ശബരി ഉണ്ട് അവൾക്ക് കൂട്ട്, ശബരി അവളെ രക്ഷിച്ച് കൊണ്ടുവരിക തന്നെ ചെയ്യും, അത് ഉറപ്പുള്ള കാര്യമാണ്, അതെനിക്കറിയാം. ശബരി നല്ലവനാണ്, അവൻ എൻ്റെ ദയമോൾ എന്ത് ചീത്ത പ്രവൃത്തി ചെയ്താലും അവന് ഒപ്പം നിൽക്കുന്നത് കൊണ്ടാണ് എൻ്റെ കുഞ്ഞ് ഇന്നിപ്പോൾ ഈ പിടിച്ചു നിൽക്കുന്നതൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അതേസമയം ചീരു ഇങ്ങനെ ഭക്ഷണം കഴിച്ച് കണ്ടുവരിക്കുമ്പോൾ വിനയം പറയണേ എന്നാൽ പോവാ എന്നിങ്ങനെ പറയണപ്പോൾ തന്നെ വിനയ ഇന്ന് ചീരു പോകുന്നില്ല, ഈ അസമയത്ത് ചീരു ഒരു ഗർഭിണിയല്ലേ, ഇവളെ കൊണ്ടുവിടുന്നില്ല, അതുകൊണ്ട് നീ പോയി കിടന്നോ, ചീരു ഇന്ന് ഇവിടെ നിൽക്കണം, നാളെ രാവിലെ നീ ദാസങ്ങളുടെ വീട്ടിലോട്ട് ആക്കി കൊടുത്താ എന്ന് പറയണം കേട്ടോ. അപ്പോൾ തന്നെ ചീരു ഉണ്ടോ ഇല്ലേ എന്നുള്ള ചീരുവിനോട് വിനയം വീണ്ടും ചോദിക്കാട്ടോ. അപ്പോൾ ചീരു പറയണേ ഇല്ല പോകുന്നില്ല, ഇവിടെ നിൽക്കുക, എന്നാൽ ശരി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് വിനയൻ അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ ചീരുവിനൊരു അന്താളിപ്പ് തോന്നുകയാണ്, ഇയാളെന്താ എന്നിൽ നിന്നും വല്ലാതെ ഒഴിഞ്ഞു മാറുന്നുണ്ടല്ലോ, ഇത് വിശ്വസിക്കാനാവുമോ എന്ന് ഇങ്ങനെ ചീരുവിൻ്റെ ഉള്ളിൽ തോന്നണം കേട്ടോ. പിന്നീട് ചീരു കിടക്കാൻ ചെല്ലുകയാണ്. അങ്ങനെ റൂമിൽ ചെല്ലുമ്പോൾ ആ ഒരു പഴയ ആ കാര്യങ്ങൾ തന്നെ ചീരുവിന് ഓർമ്മ വരുന്നത്, വിനയൻ തന്നോട് ചെയ്ത ക്രൂരതകളൊക്കെ ഇങ്ങനെ ഓർമ്മ വരണം. അങ്ങനെ താൻ എപ്പോഴും ഇങ്ങനെ പകുതി ഇങ്ങനെ മയക്കത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ താൻ ഇങ്ങനെ കണ്ണടച്ച് വരുമ്പോൾ തൻ്റെ മുന്നിലോട്ട് വിനയൻ വരുന്നു കേട്ടോ. അങ്ങനെ ചീരു പെട്ടെന്ന് ഞെട്ടിപ്പോവാണ്. അപ്പം എന്താ നിങ്ങൾ എൻ്റെ റൂമിൽ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ വിനയൻ പറയണ, ചീരു എനിക്ക് നിന്നോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അത് കേട്ടോടെ തന്നെ നിങ്ങളോടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇന്നിവിടെ തങ്ങിയത് എനിക്ക് ഡ്രസ്സില്ലാത്തത് കൊണ്ട്, നിങ്ങളുടെ അമ്മയുടെ ആ കഞ്ചൽ കേട്ടപ്പോൾ എനിക്കൊരു പാവം തോന്നിയത് കൊണ്ടുമാണ് മാത്രം ഞാൻ ഈ വീട്ടിൽ തങ്ങിയത്, നിങ്ങളെ എനിക്ക് കാണുന്നത് തന്നെ വെറുപ്പും അറപ്പുമാണ്, നിങ്ങൾ മറ്റുള്ളവർക്ക് മുന്നിൽ നല്ല പിള്ള ചമയാൻ ശ്രമിക്കുമായിരിക്കും, പക്ഷേ ഈ ചീരുവിനറിയാം നിങ്ങളുടെ യഥാർത്ഥ മുഖം, നിങ്ങൾ ആട്ടിൻ തോലിട്ട ചെന്നായിയാണെന്ന് പറയട്ടോ. അപ്പോൾ വിനയം പറയണേ, ഇല്ല ചീരു, നീ ഇല്ലാതെ എനിക്ക് കഴിയില്ല, നീ ഈ വീട്ടിൽ നിൽക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ എൻ്റെ മനസ്സിനുണ്ടായ സന്ദേശം അത് പറഞ്ഞറിയിക്കാൻ വയ്യ, അതുകൊണ്ട് ചീരു നീ എന്നെ വിട്ടു പോകരുത്, ഇനി എന്നും ഈ വീട്ടിൽ നിനക്ക് താമസിച്ചൂടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ പോവാനാ പറഞ്ഞതും, അല്ലെങ്കിൽ ഞാൻ ഈ റൂമിൽ നിന്നും ഞാൻ ഈ വീട്ടിൽ നിന്ന് ഈ അസമയത്ത് ഇറങ്ങി പോകുമെന്ന് പറയുമ്പോൾ വിനയൻ എന്ത് ചെയ്യുന്നു, ചീരു ഞാൻ പറയുന്നു ഒന്ന് കേക്ക് ചീരു, ഞാൻ പറയുന്നു ഒന്ന് കേക്ക് ചീരു എന്ന് പറഞ്ഞിട്ട് വിനയൻ ഇങ്ങനെ ചീരുവിനെ കയറി പിടിക്കാൻ കേട്ടോ. ഇതേ സമയം മാറി നിൽക്കാനാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ വിനയൻ വീണ്ടും ചിരുവിനെ ഇങ്ങനെ കയറി പിടിച്ചും കൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് ചിരു ഇനി പോവല്ലേ, നീ ഇവിടെ നിൽക്കുക, നീ ഇല്ലാതെ എനിക്ക് കഴിയില്ല, ഒരിക്കലും ഞാൻ നിന്നോട് ഒരു ക്രൂരത ഇനി ചെയ്യില്ല, ദയവ് ചെയ്ത് നീ ഇവിടെ നിൽക്ക് ചിരു എന്ന് പറയുമ്പോൾ വിനയൻ ഇങ്ങനെ ഈ പിടിവലിക്കിടയിൽ വിനയൻ ചിരുവിനെ ഒരൊറ്റ തള്ളാണ് കേട്ടോ. അതോടുകൂടി ചിരു അങ്ങ് നിലമ്പൊത്തി വീഴാണ്. എന്നാൽ ഈ സമയം അങ്ങ് നിലവിളിച്ച് ചിരു എണീക്കണം, ഇത് ഉറക്കത്തിൽ കണ്ട സ്വപ്നമായിരിക്കും. അങ്ങനെ ചിരുവിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ. ഈശ്വരത്തെ ഞാൻ ഉറക്കത്തിൽ കണ്ട സ്വപ്നമായിരുന്നു, യാഥാർത്ഥ്യമാണെന്ന് കരുതിപ്പോയി എന്നിങ്ങനെ ചീരു ചിന്തിക്കുകയാണ്. പിന്നീട് വിനയൻ എവിടെ എന്നറിയാൻ വേണ്ടി ചീരു ഇങ്ങനെ പതുക്കെ കതക് തുറന്ന് പുറത്തോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച വിനയൻ കാണാൻ സോഫയിൽ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുന്നത് കേട്ടോ. ഇത് കാണുന്ന ചിരുവിന് ആകെ സങ്കടമാവുകയാണ്. ഈശ്വര, ഈ മനുഷ്യനെ കുറിച്ച് ഒരു നിമിഷം എനിക്ക് വീണ്ടും ആ പഴയ മനുഷ്യനാണെന്ന് ചിന്തിച്ചു പോയല്ലോ എന്നിങ്ങനെ ചിരുവിന് തോന്നുകയാണ്. പിന്നീട് ചിരു പതുക്കെ കതക് തുറന്ന് വിനയനെ ഇങ്ങനെ നോക്കുകയാണ്. കുറച്ച് നേരം വിനയൻ്റെ അരികിൽ നിൽക്കുമ്പോൾ വിനയൻ ഇങ്ങനെ കണ്ണടച്ച് കിടക്കുകയാണല്ലോ, ഉറങ്ങുകയാണല്ലോ. അങ്ങനെ വിനയൻ്റെ അടുത്ത് നിന്ന് ചിരു തിരിഞ്ഞ് നോക്കിയിട്ട് പിന്നീട് ആ കഥ കടക്കുമ്പോൾ വിനയൻ പതുക്കെ കണ്ണ് തുറക്കണം കേട്ടോ. എൻ്റെ അടുത്തോട്ട് ഇവിടെ എന്തിനു വന്നു എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ ചീരുവിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് ചീരു അറിയുന്നില്ല. ഇതേ സമയം പിറ്റേ ദിവസം രാവിലെയായി. ഉടൻ തന്നെ ഇന്ദ്രനോട് വന്നിട്ട് സുശീല പറയണ, മോനെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്ന കളിയാണ് അവർ നമുക്ക് മുന്നിലിട്ട് കാണിക്കുന്നത്, സത്യനും ക്ഷാമും അവരെന്ത് തന്നെ കാണിച്ചാലും എൻ്റെ മോനെ ഒരിക്കലും അവർക്ക് മുന്നിൽ താന്നു കൊടുക്കരുത്, ഇനി അനുപമ എന്ന സ്ത്രീ നമ്മുടെ ജീവിതത്തിൽ വേണ്ട, ഇനി എങ്ങനെയെങ്കിലും അവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ നോക്ക്, ഓണറോട് കാര്യങ്ങൾ സംസാരിച്ച് ഇറക്കി വിടാൻ നോക്ക്, പെട്ടെന്ന് ആവട്ടെ എന്നുള്ള ആ ഒരു തീരുമാനം പറയാനിട്ടോ. അങ്ങനെ ഇന്ദ്രൻ അങ്ങ് പോയ ഉടൻ തന്നെ അവിടെ നിന്നും പെട്ടെന്ന് ഇറങ്ങിപ്പോവാണ് ഹർഷയെ കാണാൻ വേണ്ടിയിട്ട് സുശീല. ആഹാ ആൻറ്റി, കുറച്ച് ദിവസമായല്ലോ ആൻറ്റിയെ ഈ വഴിക്ക് കണ്ടിട്ട്, ഇപ്പോഴൊരു വിവരമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഹർഷേ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ആയി, നിന്നെ അടിക്കാൻ അവൾ കയ്യോങ്ങിയപ്പോൾ ഞാൻ അതിൽ ഇടപെട്ടത് കൊണ്ട് തന്നെ ഇന്ദ്രൻ വന്നതിൽ ഇപ്പോൾ ഇന്ദ്രൻ പഴയ ഇന്ദ്രനായിരിക്കുന്നു, അമ്മയുടെ സാരിത്തുമ്പിൽ തന്നെ ഇപ്പോൾ അവൻ്റെ നടത്തം, എൻ്റെ വാക്കുകൾക്ക് മുകളിൽ അവന് വേറൊരു വാക്കില്ല, മാത്രമല്ല അവൻ്റെ കുഞ്ഞിനെ ഇന്ദ്രൻ എടുത്തു കൊണ്ടുവരികയും ചെയ്തു എന്ന് പറയട്ടെ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഈ പറയുന്ന ഹർഷയ്ക്ക് വലിയ ഇഷ്ടം തോന്നുന്നില്ല കേട്ടോ. അങ്ങനെ രവി താഴെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ഹർഷ പറയണേ, എന്തായാലും എൻ്റെ സുശീല ആൻറ്റി, ഒരിക്കലും ഇന്ദ്രന് അവനൊരു കുഞ്ഞുണ്ടെന്നുള്ള ആ ഒരു തോന്നൽ ഒരിക്കലും അവനിൽ ഉണ്ടാവാൻ പാടില്ല, അത് അനുപമക്കും പാടില്ല, അതുകൊണ്ട് തന്നെ അതും കൂടി ഈ പറയുന്ന അനുപമയുടെ ജീവിതത്തിൽ
സുരേന്ദ്രൻ്റെ ജീവിതത്തിൽ നിന്ന് കളയാണ് നല്ലത്, അല്ലെങ്കിൽ അവൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ആലോചിച്ച് അവൻ വീണ്ടും വീണ്ടും അവളിലോട്ട് പോകും. അതുകൊണ്ട് ഒരിക്കലും അങ്ങോട്ടേക്ക് പോകാനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. അപ്പോൾ ഉടൻ തന്നെ എന്തായാലും സത്യനും ഈ പറയുന്ന ഷ്യാമും അവളെ കൊണ്ടുവരാൻ തന്നെയാണ് അവർക്ക് താല്പര്യം. ഞാൻ നിനക്ക് ഇട്ടേണ്ട അടി ഞാൻ മനഃപൂർവ്വം ഏറ്റി വാങ്ങിയതാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവർ അതിനുള്ള പ്രതിഷേധം നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ്റെ മനസ്സ് അല്ലാതെ നോക്കണം. ഇന്ദ്രന് ഈ ഒരു വാശിയും ദേഷ്യമൊക്കെ വീണ്ടും വീണ്ടും കുത്തിവെക്കണം എന്നൊക്കെ ഇങ്ങനെ ഹർഷ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഈ വാക്കുകളൊക്കെ ഇങ്ങനെ താഴെ നിന്ന് രവികുമാർ കേൾക്കുകയാണ് കേട്ടോ. അപ്പോൾ രവിക്ക് ഒട്ടും സഹിക്കാനാവില്ല. എന്തൊരു വൃത്തികെട്ട സ്ത്രീയാണ് എൻ്റെ ഭാര്യ ഈ പറയുന്ന ഈ അമ്മയും എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇന്ദ്രൻ അനുപമയുടെ അടുത്തോട്ട് ചെല്ലാണ്. അനുപമയാണെങ്കിൽ റൂമിൽ ഇങ്ങനെ ഇരിക്കുന്ന കിടക്കുകയായിരിക്കും. തൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാനുള്ള ആ ഒരു മാനസികാവസ്ഥയായിരിക്കും. അപ്പോഴായിരിക്കും അവിടെ ശബ്ദമുണ്ടാക്കുന്നത്. ഡി എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ വിളിക്കാണ്. അത് കേട്ടുടൻ തന്നെ അനുപമ എണീക്കാണ്. എടി, മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഞാൻ വാടക കൊടുത്ത് ഞാൻ എടുത്ത വീടാണിത്. ഉടൻ തന്നെ അനുപമ പറയാണ്, ഞാൻ ഈ വീട്ടിലോട്ട് കയറുമ്പോൾ എൻ്റെ മകനുമായാണ് വന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മകനില്ലാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല. അത് നീ തീരുമാനിച്ച മതിയോ? നിന്നെ ഞാൻ ഇറക്കി വിടും. എൻ്റെ മകനെ നിനക്ക് ഒരിക്കലും തരില്ല. അങ്ങനെ നിങ്ങളുടെ കൂടെ എൻ്റെ മകനെ വിട്ടുതരാൻ ഞാൻ തയ്യാറല്ല. കാരണം കണ്ണിക്കണ്ട പിഴച്ചുകളുമായി കൂടുന്ന നിങ്ങളുടെ അമ്മയുടെ അടുത്ത് എൻ്റെ മകനെ വിട്ടു തന്ന അവൻ്റെ സ്വഭാവം നാളെ ഭാവിയിൽ എന്താവും എന്ന് പറയാൻ കഴിയില്ല. നിങ്ങളെ അങ്ങനെയാണല്ലോ നിങ്ങളുടെ അമ്മ വളർത്തിയിരിക്കുന്നത്. അത് കേൾക്കുന്ന ഇന്ദ്രൻ, എന്താടി നീ പറഞ്ഞത്? എൻ്റെ അമ്മയെക്കുറിച്ചോ? അതെ, നിങ്ങളുടെ അമ്മയെക്കുറിച്ച് തന്നെയാണ്. നിങ്ങളും ഹർഷയുമായി പല ബന്ധമുണ്ടെന്ന് അറിഞ്ഞിട്ടും ഞാനത് കണ്ടില്ലെന്ന് വെച്ചു നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവളാണ് ഞാൻ. നിങ്ങളുടെ അമ്മ നിങ്ങളെ മനഃപൂർവ്വം അതിലോട്ട് കൊണ്ടുപോയി വലിച്ചെഴുക്കാന്ന് കണ്ടപ്പോൾ നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി ഞാൻ നിങ്ങൾക്കൊപ്പം വന്നപ്പോൾ നിങ്ങളെന്താ ചെയ്തത്? എന്നെ നിങ്ങളുടെ അമ്മ കൊണ്ടുവന്ന ആ പിഴച്ചവളുമായി ബന്ധം കൂടാനും അതുപോലെ തന്നെ അതിന് ഒത്താശ ചെയ്തു കൊടുക്കാനും എന്നെ കിട്ടാത്തത് കൊണ്ട് തന്നെ ഹർഷയെ ഞാൻ അടിച്ചതിൽ ഹർഷയുടെ അടി നിങ്ങളുടെ അമ്മ ഏറ്റുവാങ്ങിയതാണ്. അത് നിങ്ങൾക്കും നന്നായി അറിയാം. നിങ്ങളും ഹർഷയെയും അമ്മയെയും എന്തിനോ വേണ്ടി പേടിക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. എന്താണ് നീ പറഞ്ഞത്? ഞാൻ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. ആ അടി അവരങ്ങനെ ഏറ്റുവാങ്ങിയതാണ്. പക്ഷെ അവരെ അടിച്ചെന്ന് വെച്ച് എനിക്കിപ്പോൾ യാതൊരു കുറ്റബോധവുമില്ല. അവർക്ക് ആ അടി കിട്ടുന്നത് തന്നെ ആയിരുന്നു. എന്താണ് നീ എൻ്റെ അമ്മയെ പറഞ്ഞത്? അടിച്ചതും പോരെ, നീ എൻ്റെ അമ്മയെ അടിക്കേണ്ടത് തന്നെ ആയിരുന്നു എന്നാ. എന്നാൽ ഇന്ദ്രനുള്ളപ്പോൾ അത് നടക്കില്ലെന്ന് പറഞ്ഞ് ഇന്ദ്രൻ അനുപമയെ അടിക്കാൻ കൈ അങ്ങ് ഓങ്ങുന്നതിനോട് കൂടിയിട്ട് അനുപമ ആ കൈ അങ്ങ് പിടിച്ച് തടയണം കേട്ടോ. അതേ, നിങ്ങൾ എന്നെ ഇനി അടിക്കുകയാണെങ്കിൽ ഇതോടുകൂടി നിങ്ങൾ എന്നെ കൊന്നേക്കണം. അല്ലെങ്കിൽ ഈ അനുപമ ആരാണെന്ന് നിങ്ങൾ ശരിക്കും അറിയും. ഇതുവരെ കണ്ട അനുപമയായിരിക്കില്ല ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങളും ഹർഷയും അമ്മയും തമ്മിലുള്ള ഒത്തുകളികളൊന്നും കണ്ടിട്ടില്ലെന്ന് നിങ്ങൾ നടക്കരുത്. ഒരു കാര്യം നിങ്ങളും നിങ്ങളുടെ അമ്മയും ചിന്തിക്കണം. നിങ്ങളുടെ ജീവിതവും നിമിഷ നേരം കൊണ്ട്, നിങ്ങളുടെ അമ്മയുടെ ജീവിതവും നിമിഷ നേരം കൊണ്ട് എനിക്ക് തകർക്കാൻ കഴിയും. രവികുമാറിനോട് ജ്യോത്സ്യൻ പറഞ്ഞ പ്രവചനം അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഹർഷയുടെയും നിങ്ങളുടെ അമ്മയുടെയും തുള്ളലിന് രവികുമാർ അങ്ങ് വിരാമമിട്ട് തരുമെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ഇന്ദ്രനാകെ പേടിയാവണ്. ഈശ്വര, ഇതുവരെ കാണാത്ത ഒരു അനുപമ. അവളൊരു പുലിക്കുട്ടി തന്നെയായിരുന്നു. പൂച്ചയെ പോലെ ഇരുന്ന് അവൾ ഇന്ന് പുലിയായിരിക്കുന്നു എന്ന പേടിയിൽ വാലും പിടിച്ച് അവിടെ നിന്നും ഇന്ദ്രൻ അങ്ങ് ഓട്ടം ഓടുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ചീരു ആ വീട്ടിൽ നിന്നും പിറ്റേ ദിവസം രാവിലെ ആയല്ലോ. അപ്പോൾ ആ വീട്ടിൽ നിന്നും ചീരു ഇറങ്ങുകയാണ്. അപ്പോൾ വിനയനെ ഇങ്ങനെ ദയനീയമായി നോക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ വിനയ അമ്മയെ ചീരുവിനോട് റെഡിയാവാൻ പറയുക. അവളുടെ വീട്ടിലോട്ട് അവളെ കൊണ്ടുവിടണം. ഇനി അമ്മ ഇവിടെ പിടിച്ചു നിർത്തരുത്. ആർക്കും ഇഷ്ടമില്ലാതെ ഒരിക്കലും ഒരു വീട്ടിൽ നിർത്താൻ പാടില്ല അമ്മേ. അതുകൊണ്ട് അവളുടെ വീട്ടിൽ കൊണ്ടുവിടണം. അവളോട് റെഡിയാവാൻ പറയുക എന്നൊക്കെ പറയുന്നത് വിനയൻ പറഞ്ഞ വാക്കുകൾ കേട്ട് ചീരു ഞെട്ടിപ്പോവാണ് കേട്ടോ. ഈശ്വര, എന്നെ വേണമെന്ന് പറഞ്ഞ് പണ്ട് നടന്നിരുന്ന ആ വിനയൻ, തൻ്റെ വാശി മാത്രം നേടണമെന്നും പറഞ്ഞിരുന്ന ആ വിനയനെ വാശിയൊക്കെ മാറ്റി എല്ലാവർക്കും മുന്നിൽ മുട്ടുകുത്തുന്ന ആ വിനയനെ കണ്ട് ചീരുവിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ. അങ്ങനെ അവിടെ എവിടെയൊക്കെയോ ചീരു വിനയനോട് പഴയ ആ സ്നേഹത്തിലോട്ട് പോകണം. അപ്പോൾ അവരുടെ ജീവിതത്തിന് ഒരു തീരുമാനമായി. ചീരു എന്തായാലും ഇനി വിനയൻ്റെ കൂടെ തിരികെ വരുന്ന ആ ഒരു സീനായിരിക്കും ഇനി നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത്. പക്ഷേ അനുപമ തന്നെയായി തുടരുന്ന ആ ഒരു കിടുക്കൻ സീനാണ് കേട്ടോ നമുക്ക് മുന്നിൽ ഇനി ഉണ്ടാവാൻ പോകുന്നത്.